ഹലോ ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് എടപ്പാളിലേക്കാണ് കേട്ടോ. എടപ്പാൾ മൈജിയിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു വാഷ് മെഷീൻ നോക്കാൻ വേണ്ടി പോവുകയാണേ. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കേണ്ട കുറ്റിപ്പുറം പാലാണ് കേട്ടോ. അങ്ങനെ ഏട്ടനും ഞാനും മോനും മരുമകളും കൂടെ പോകണേ. അവിടെ എത്തി ഞങ്ങളിതാ അവർ ചോദിക്കുക ഏതാ വേണമെന്നൊക്കെ ചോദിക്കണേ. അപ്പോൾ ഞങ്ങൾ നോക്കുക കേട്ടോ, നടന്ന് നോക്കണേ ഏതാ നല്ല പല കമ്പനീൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതാ വേണ്ടത് ചോദിച്ചിട്ട് അവർ കൊണ്ടേ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീട്ടിലുള്ളത് ആദ്യം സെമി ഓട്ടോമാറ്റിക്കിന് അപ്പോൾ കേടായതുകൊണ്ട് ഞങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവൻ ചോദിക്കുക ഏതാണ് വേണ്ടതെന്നുള്ളത് അവൻ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇതാണിപ്പോൾ ഞങ്ങൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞിരുന്നത് കല്ലായതൊന്നും നല്ല ചളിയൊക്കെ പോകും, മറ്റേ മെഷീൻ പോലെയല്ല, അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഇത് 5 സ്റ്റാറാണ്, അപ്പോൾ കറണ്ടും തന്നെ വല്ലാതെ ഇത് വരില്ലെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ബില്ലൊക്കെ ഇതാക്കി ബില്ലൊക്കെ അടച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോരാ കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസമാണ് അവർ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. പിറ്റേ ദിവസം അവർ കൊണ്ടുവന്നു കേട്ടോ. അവർ കൊണ്ടുവന്നിട്ട് പിന്നെ അവർ ഫിറ്റ് ചെയ്യാം കേട്ടോ. 2 ആൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു തരാം കേട്ടോ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഓപ്ഷനാണ്. പ്രീ വാഷ് നമ്മൾ ഒരു വാഷും കൂടി വേണം. അപ്പം മിക്സ് വാഷ് ഉണ്ടാവും. ഒരു വാഷും കൂടി ആണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടി കൊടുക്കാം. ഓണായിട്ട് നമ്മൾ പ്രീ വാഷ് ആഡ് കൊടുക്കണം. നിങ്ങൾ നെറ്റ് കൊടുത്താൽ അതിന് നെറ്റ് കൊടുക്കാം. പ്രീ വാഷ് കൊടുത്താൽ ഒന്നും കൂടെ കൊടുക്കാം. പിന്നെ സോക്ക് നമ്മൾ പൊതിച്ചിടും, ആഡ് ആക്കാം. പിന്നെ സ്റ്റെയിൻ വാഷ് പിന്നെ ജസ്റ്റ് സെൻസിറ്റീവ് വർക്കിംഗ് ഓരോ ചളിയാനൊക്കെ വെച്ചിട്ട്. പിന്നെ സ്റ്റീം വാഷ് ആണ് സുഖത്തിൽ ഇതൊക്കെ ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ കൊടുക്കുന്നതായിരിക്കും. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ഉണക്കിൽ മേലെ സ്റ്റാർട്ട് കൊടുത്താൽ ഉണക്കൽ മാത്രമായിട്ട് കേട്ടോ. പിന്നെ ഡിലേ ബട്ടൺ ഡിലേ ബട്ടൺ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഓഫീസിൽ പോകണമെങ്കിൽ നമ്മൾ പോകുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ മെഷീൻ ഡിലേ ആക്കിയിടാൻ പറ്റും. വർക്കിംഗ് തുടങ്ങുന്നത് ജസ്റ്റ് ഓപ്ഷനിലാണ്. അപ്പോൾ 1 മണിക്കൂർ നമ്മൾ ഡിലേ ആക്കിയാൽ ആ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വർക്കിംഗ് തുടങ്ങണം. ഒരു മാസം പോകുമ്പോൾ ലിക്വിഡേഷൻ ബെറ്റർ ലിക്വിഡ് ഫസ്റ്റ് വെക്കും. രണ്ടാമത്തെ സോഫ്റ്റ് ഉണ്ടാവില്ല, സ്മെല്ല് പിന്നെ പ്രീ വാഷ്. പിന്നെ ഡ്രസ്സ് ഇപ്പം ഫുള്ളായിട്ട് കൊണ്ടുവരുന്നത് ഒരു 70% നല്ല രീതിയിൽ നിർത്തിയിട്ടുണ്ട്. ഡോറത്തിന് ഉണ്ടെങ്കിൽ നേരെ പോകണം. സ്ക്രീൻ പിന്നെ തിരിച്ചു കൊടുത്താൽ ഫസ്റ്റ് പോകണം. എല്ലാ ഡ്രസ്സ് ചെയ്യാൻ അത് വാഷ് ചെയ്ത് സ്കിന്നല്ലാണ് 1 മണിക്കൂർ 10 മിനിറ്റ്. എന്നിട്ട് നേരെ സ്റ്റാർട്ട് കൊടുത്താൽ നല്ല ആവശ്യം നോർമൽ ഏറ്റവും കുറച്ച് നമുക്ക് ആക്കാൻ മാത്രം കഴിക്കാം. നമുക്ക് മാത്രം നമ്മൾ ചെയ്യുന്ന ഓപ്ഷൻ സ്പിൻ ഓർഡർ അത് എത്ര സമയം വരും? അത് സ്പിൻ തുടങ്ങി ഇതിപ്പോൾ അതിൽ 40 ഡിഗ്രി ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. നമുക്ക് വേണമെന്ന് നെക്സ്റ്റ് കൊടുത്ത് മനസ്സിലാക്കാൻ പറ്റും. അവിടെ 40 ഡിഗ്രി ഉണ്ടാവും. പിന്നെ ഓരോ പ്രോഗ്രാമാണ് നമ്മൾ ഡെയിലി ചെയ്യാൻ ഡിസ്പ്ലേ ഓരോ പ്രോഗ്രാമാണ്. കോട്ടൺ ഡ്രസ് മാത്രമേ കാണിച്ചുള്ളൂ. ഇക്കോ ഓരോ പവർ കൺസ്ട്രക്ഷൻ ചെയ്യാതെ ചെറുതായിട്ട് വെള്ളത്തിൽ നമ്മൾ വാഷ് ചെയ്യണം. പിന്നെ വൈറ്റ് ഡ്രസ്സുകൾ മാത്രം വാഷ് ചെയ്യണം. പിന്നെ ജെന്റിൽ വാഷ് വാഷ് നമുക്ക് കണ്ണു ഡിസ്പ്ലേ വാഷ് ചെയ്യണം. പിന്നെ ബേബി കത്തിക്കാൻ ഡിസ്പ്ലേ അത് വാഷ് ചെയ്യണം. പിന്നെ റിൻസ് സ്പിൻ മാത്രം മെഷീൻ റിൻസ് സ്പിൻ മാത്രം മതി. പിന്നെ റീഫ്രഷ് മോഡ് നല്ലൊരു ഡിസ്പ്ലേ മോഡാണ്, മൊത്തം റീഫ്രഷ് മോഡാണ്. പിന്നെ സ്പോർട്സ് വാഷ് ചെയ്യണം. പിന്നെ ബൂളൻസ് കംപ്ലൈൻറ്റ് ഉണ്ടാവും. പിന്നെ കട്ടിയുടെ ഡ്രസ്സുകൾ പുറത്തായിട്ട് വാഷ് ചെയ്യണം. പിന്നെ ഇപ്പം ചെയ്തതെന്ന് വെച്ചാൽ ഓരോ ചളിക്കാരെല്ലാവരും ഡ്രസ്സുകൾ അത് വാഷ് ചെയ്തിട്ടുണ്ട്. ഓരോ ചളിക്കാർ നമ്മൾ ജസ്റ്റ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേർപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ വാഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ 2 ആവശ്യം 5 മിനിറ്റ്. പിന്നെ ഒരു ഓപ്ഷനാണ് ഇത്. നമുക്ക് ഡെയിലി ചെയ്തിട്ടാണ് നമുക്ക് ഓരോ ഓപ്ഷനാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.